ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നോർത്ത് വെസ്റ്റ് മലയാളി. റീസെന്റ് ആയിട്ട് ഉണ്ടായിരുന്ന എല്ലാ ചേഞ്ചസും അതേപോലെ തന്നെ 2025 കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2024 എൻഡോടുകൂടി പറഞ്ഞായിരുന്നു PNP 1,10,000 പേരെ 2024 എടുത്ത സ്ഥിതിക്ക് ഈ 2025 55,000 അത് വെട്ടിക്കുറയുമെന്ന് പറഞ്ഞായിരുന്നു. ഇത് ടെമ്പററി റെസിഡൻസിനെ കുറയ്ക്കുന്നതും PR-ന്റെ എണ്ണം കുറയ്ക്കുന്നതിലേക്കും കാരണമായിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. ഇത് തന്നെയാണ് 2025 തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ ഉണ്ടായിരുന്നത് ജനുവരി 16 നോർത്ത് വെസ്റ്റ് ടെറിട്ടറീസ് ആപ്ലിക്കേഷൻസ് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയതായിരുന്നു. പക്ഷെ അവര് ഫെഡറൽ ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം അത് പോസ് ചെയ്ത് വെച്ചു. കാരണം ഏകദേശം 300ഓളം സീറ്റ്സ് ആയിരുന്നു അവർ പറഞ്ഞിരുന്നതെങ്കിലും പോലും അത് 150 ഈ വർഷം വെട്ടിച്ചുരുക്കപ്പെട്ടിരിക്കുന്നു. ഇതൊരിക്കലും നല്ല ഒരു നീക്കമാണെന്ന് തോന്നുന്നില്ല. പക്ഷെ അതോടുകൂടി തന്നെ ഇപ്പൊ പുതുതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം മറ്റ് 4 പ്രൊവിൻസുകളുടെയും 50% വെട്ടിച്ചുരുക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ മാനിറ്റോബയും നോവാസ്കോഷ്യയും ഇൻക്ലൂഡഡ് ആണ്. മാനിറ്റോബയിൽ ഏകദേശം 4700ഓളം സീറ്റാണ് ഈ വർഷം പറഞ്ഞിരിക്കുന്നത്. അതേപോലെ നോവാസ്കോഷ്യയിൽ 3000ഓളമാണ് വരുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ കൂടുതലും ഇനി സ്ട്രിക്ട്ലി കുറച്ചും കൂടി കേന്ദ്രീകരിച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം എത്രത്തോളം സീറ്റ് അലോക്കേറ്റഡ് ആവുമോ അത്രത്തോളം തന്നെ PNPയുടെ ഡ്രോസും കുറയും. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം, ഓരോ പ്രൊവിൻസിനും അതിൻ്റെതായിട്ടുള്ള പോയിന്റ് സിസ്റ്റം ഉണ്ടാവും. ആ പോയിന്റ് സിസ്റ്റം മേളിൽ തന്നെ നിൽക്കും. ഇപ്പം മാനിറ്റോബയുടെ ആണെങ്കിൽ 800s നിന്ന് കഴിഞ്ഞാൽ 600s വെയിറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ടാകും. അപ്പോൾ ആ പോയിന്റ് സിസ്റ്റം വളരെ പ്രശ്നകരമായിട്ട് നമുക്ക് വരും. കാരണം PNP ഡ്രോസിൽ നമ്മൾ എലിജിബിൾ ആവാതെയായിട്ട് വരും. ഇതറിയാതെ കുറേ പേര് ഇപ്പോഴും ഇപ്പം ആ ഒരു പ്രൊവിൻസിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടാകും. ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം കുറച്ചും കൂടി വീക്ഷിച്ച് ഇനി വരുന്ന ഓപ്പർച്യൂണിറ്റീസ് കണ്ടിട്ട് മാത്രം തുടരുക. ഇനി അടുത്തതായിട്ട് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഇന്നു മുതൽ ഓപ്പൺ വർക്ക് പെർമിറ്റ്, അതായത് നമ്മൾ സ്പൗസ് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കെല്ലാം എലിജിബിലിറ്റി ക്രൈറ്റീരിയ മാറിയിരുന്നു. അതായത് നേരത്തെ ഉണ്ടായിരുന്നത് എല്ലാ ടിയർ കാറ്റഗറിക്കും അപ്ലൈ ചെയ്യാമെന്നുള്ള സാധ്യതയിൽ നിന്നും ലോ സ്കിൽ ലേബറിലുള്ളവർക്കാർക്കും ഇനി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് Tier 4 and 5 കംപ്ലീറ്റ്ലി റിമൂവ് ആയി. അത് ഇന്നു മുതൽ എഫക്റ്റീവ് ആവുകയാണ്. ഇത് കൂടാതെ നേരത്തെ പറഞ്ഞിരുന്നു 21 ജനുവരി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റ് ടിയർ കാറ്റഗറി അല്ലെങ്കിൽ നോക്ക് ജോബ്സ് ഏതൊക്കെയാണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റ് തരുമെന്ന് പറഞ്ഞിരുന്നു. അത് ഇന്ന് വന്നു. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലിസ്റ്റിൽ നമുക്ക് കുറച്ച് സന്തോഷിക്കാനുള്ള വകുപ്പുണ്ട്. അതേപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ നോക്ക് ജോബ്സ് റിമൂവ് ആയി പോയിട്ടുണ്ട്. ഈവൻ ദോ 2 or 3 കാറ്റഗറി ആണെങ്കിൽ പോലും പല ജോലികളും മൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും ഡൗട്ട് ചെയ്തിരുന്നു നെറ്റ്വർക്കിങ്ങോ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സോ ഇൻക്ലൂഡഡ് ആണെന്ന്. കാരണം കഴിഞ്ഞു വന്ന അപ്ഡേറ്റ്സിൽ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അപ്ഡേറ്റ് വന്നപ്പോൾ ഏകദേശം 3 നോക്ക് ജോബ് IT-കാർക്കായിട്ട് തന്നെ റിസർവ് ചെയ്ത് വരുന്നത്. യൂസർ സപ്പോർട്ടാണ് കൂടുതലും കണ്ടുവരുന്ന. ടെക്നിക്കൽ സപ്പോർട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതിന് വലിയൊരു കാര്യമാണ്. പിന്നെ വരുന്നത് നെറ്റ്വർക്ക് ടെക്നീഷ്യൻസ്, അതേപോലെ തന്നെ സപ്പോർട്ട്, മെയിനായിട്ട് യൂസർ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് എടുത്ത് പറയാൻ വരുന്നത്. കാരണം അതൊരു വലിയ ആഡഡ് ആണ്. കൂടുതൽ ആളുകളും IT വർക്ക് ചെയ്യുന്നവർക്കൊരു ടെൻഷനായിരുന്നു ആ സംഭവം ഉണ്ടാവുമോ എന്നുള്ളത് തന്നെ. അത് നമുക്ക് എന്തായാലും പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കി പറയുമ്പോൾ ഇനിയുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ നമ്മൾ ഈ പറയുന്ന ഏത് നോക്ക് ജോബിലാണെങ്കിൽ കൂടി നമുക്കൊരു 16 months എങ്കിലും നമ്മുടെ പെർമിറ്റ് ഉണ്ടായിരിക്കണം. അതായത് ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ സ്പൗസിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഓൺ ദാറ്റ് ടൈം നമുക്കൊരു 16 മാസം കൂടി എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം ആ ഒരു വർക്ക് പെർമിറ്റ് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാൽ മാത്രമാണ് നമ്മുടെ ഫസ്റ്റ് കൺസ്ട്രെയിൻ ഓക്കെ ആവത്തുള്ളൂ. വാലിഡ് ആയിട്ടുള്ള വർക്ക് പെർമിറ്റ് ഉണ്ടായിരിക്കണം. ഒപ്പം നമ്മൾ കാനഡയിൽ തന്നെ ഉണ്ടായിരിക്കണം. ഇത് അതിൻ്റെ കൂടെയുള്ള ക്രൈറ്റീരിയാസ് ആണ്. സ്റ്റുഡൻസിന് വരുമ്പോൾ സ്റ്റുഡൻസിനുള്ള വ്യത്യാസം വന്നിട്ട് ഇനി മുതൽ ലാസ്റ്റ് സെമിസ്റ്ററിലുള്ളവർക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അത് ഈ പറഞ്ഞ 16 മാസത്തെ ക്രൈറ്റീരിയ വരുമ്പോൾ തന്നെ ഏകദേശം ഇന്നെലിജിബിൾ ആയിട്ട് മാറും. പക്ഷെ എന്നിരുന്നാലും ഒരു സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി വരുന്ന ആപ്ലിക്കേഷൻസിലൊന്നും ലാസ്റ്റ് സെമ്മിൽ വരുന്നവർക്ക് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങളെല്ലാം ഓപ്പൺ വർക്ക് പെർമിറ്റിൻ്റെ മാത്രമാണ്. ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ സ്റ്റഡി പെർമിറ്റ് ആപ്ലിക്കേഷൻ ചെയ്യുന്നതിനെ പറ്റിയൊന്നും ഒരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ വി ക്യാൻ കണ്ടിന്യൂ ഫോർ ദിസ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പോൾ വർക്ക് പെർമിറ്റിലേക്ക് എലിജിബിൾ അല്ല എന്നാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ്, അതായത് ഒന്നല്ലെങ്കിൽ അവരുടെ എംപ്ലോയർ വഴിയുള്ള LMISO അല്ലെങ്കിൽ പിന്നെ ഓപ്ഷൻ ഉള്ളത് നിങ്ങൾക്ക് വിസിറ്റർ പെർമിറ്റിലേക്ക് ആക്കാൻ. വിസിറ്റർ പെർമിറ്റ് ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഹസ്ബൻഡിനെ കണ്ടിന്യൂ ചെയ്യണം എന്നാണെങ്കിൽ വിസിറ്റർ കാറ്റഗറിയിലേക്ക് മാറ്റുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്.
ബാക്കിയുള്ള ടിയർ കോഡ്സ്, അതായത് ഇപ്പോൾ ലിസ്റ്റിൽ വന്നിരിക്കുന്ന എല്ലാ ടിയർ കോഡ്സും ഈ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഏതെങ്കിലും ടിയർ കോഡ്സ് കൺഫ്യൂഷൻ ഉള്ളവരൊന്ന് പോസ് ചെയ്തിട്ട് ആ ടിയർ കോഡ് കൺഫേം ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ അതിൻ്റെ ഡെഫിനേഷൻസ് നോ കോഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കാറ്റഗറൈസേഷനും അതേപോലെ നിങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ വരുന്നതാണോ എന്നൊന്ന് ഉറപ്പുവരുത്താനായിട്ട് കാനഡയുടെ തന്നെ നോ കോഡിൻ്റെ പേജിലേക്ക് കയറി കഴിഞ്ഞാൽ പറ്റും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്കും ഇട്ടേക്കാം. Thank you for watching. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.